ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു യാത്ര പോവുകയാണ്. എന്തുകൊണ്ടാണ് പാലക്കാട് മറ്റ് മേഖലകളിലെല്ലാം പാലുൽപാദനം കുറയുമ്പോൾ ചിറ്റൂർ മേഖലയിൽ മാത്രം പാലുൽപാദനം കൂടുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മിൽമയുടെ കല്ലടിക്കോട് കോങ്ങാട് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള സംഘങ്ങളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും കർഷകരും നടത്തുന്ന ഒരു യാത്രയാണ്. വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം, മുഴുവൻ കാണുക. സൂപ്പർവൈസറായിട്ട് 7 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു. ഒരു 18 വർഷക്കാലം ഞാൻ സംഘങ്ങളിൽ സെക്രട്ടറിയായി 2 സംഘങ്ങളിൽ സെക്രട്ടറിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മിൽമയിൽ കയറിയത്. അതിനോടുകൂടി അതുപോലെ തന്നെ പുൽകൃഷി, ഫാം ലാഭകരമായ രീതിയിൽ എങ്ങനെയാണ് അവർ പാല് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഭാഗത്ത് നമ്മൾ പറഞ്ഞാൽ വെള്ളമല്ല എന്നുള്ള പറയും. പക്ഷേ നമ്മളെക്കാളും വളരെ വെള്ളം തന്നെ അവിടെ ഇല്ല. അവരെല്ലാം കാശിനൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ പശുക്കളെ കഴിക്കുന്നത് ഈ പാല്. അപ്പോൾ കർണാടക പോലുള്ള സംസ്ഥാനത്തിൽ നിന്നാണ് അവർ പശുവിനെ കൊണ്ടുവന്ന് അവിടെ വളർത്തുന്നത്. ആ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കോങ്ങാട് കല്ലടിക്കോട് HQകളിലെ സൂപ്പർവൈസർമാരുടെ ആമുഖ ഭാഷണത്തിന് ശേഷം ഞങ്ങൾ യാത്രക്കാർ പരസ്പരം പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു. ഓരോരുത്തരായി അവരവരെ പരിചയപ്പെടുത്തുകയാണ്. അവരവരെ വളർത്തുന്ന പശുക്കളെക്കുറിച്ച് സെക്രട്ടറിമാർ പാലിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എന്തായാലും ഈ ഒരു യാത്ര ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ക്ഷീരമേഖലയിൽ ഞങ്ങളുടെ സംഘങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത്. പാലക്കാട് മറ്റു മേഖലകളിലെല്ലാം പാലുൽപാദനം കുറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ചിറ്റൂർ മേഖലയിൽ മാത്രം എല്ലാ വർഷവും 10%, 15%, 20% പാലുൽപാദനം കൂടുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട് എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ കേരളത്തിൻ്റെ പാലറ കൂടിയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരം പാലക്കാട് എന്നാണ്. എന്നാൽ പാലക്കാട്, മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി, തൃത്താല തുടങ്ങിയ ഏരിയകളിലെല്ലാം പാലുൽപാദനം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിറ്റൂർ മേഖലയിൽ പാലുൽപാദനം കൂടുന്നത്. ആ യാത്രയെ മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഏകദേശം ചിറ്റൂരടുത്തെത്താറായപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചു. മിൽമയുടെ ക്രോസ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ലഘുഭക്ഷണത്തിലേക്ക് കടന്നു. ഒരു ചായയും ഒരു വടയൊക്കെ കഴിച്ചു. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ യാത്ര കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ ആ പോക്ക് ഞങ്ങൾക്കൊന്ന് ഗംഭീരമാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നു. ഏകദേശം ചിറ്റൂർ അടുത്ത് എത്താറായിട്ടുണ്ട്. ചിറ്റൂർ ടൗൺ കടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തുകയാണ്. ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ പുല്ല് പാകിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ അവിടെ ബസ്സിറങ്ങി ഉടൻ തന്നെ വലത് സൈഡിലേക്ക് നോക്കിയപ്പോൾ നല്ലൊരു കുതിരയെ അവിടെ നിൽക്കുന്നത് കണ്ടു. അതിനുശേഷം ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി. ആ വീടിൻ്റെ പുറകിലായിട്ടാണ് അവിടെ ഫാമുള്ളത്. മനോഹരമായിട്ടുള്ള പച്ചപ്പുല്ലുകൾ ധാരാളം അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫാമിലെ കാഴ്ചകൾ കാണുകയാണ്. ഒരുപാട് പശുക്കളുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 50 അതിൽ കൂടുതലോ പശുക്കളെ വളർത്തുന്ന ഒരു ഫാമിലാണ് ഇപ്പം ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. എല്ലാവരെയും പരിപാലിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാകെ ഒരു 4, 5 പശു ഉണ്ടെങ്കിൽ അതിനെ നോക്കാൻ 2, 3 ആളുകളുണ്ടാവും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്ര കൂടുതൽ പശുക്കൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഫാമിൽ പശുക്കളെ കുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അതിന് കണ്ടോ, അവർക്ക് ചൂടുള്ള സമയത്തൊക്കെ അവരുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ലളിതമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ സ്പ്രിങ്കിളർ പോലൊരു സാധനം വെച്ചിരിക്കുകയാണ്. എല്ലാ പശുക്കളെയും നനയ്ക്കുന്നതിന് വേണ്ടി കണ്ടോ എല്ലാവരും കുളിച്ച് നിൽക്കുകയാണ്. അവർക്ക് ചൂട് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും തണുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണത്. പക്ഷെ നമ്മളിവിടേക്ക് അങ്ങനെ പശുക്കളെ നിർത്തുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ പൊട്ടലൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരൊക്കെ ആ വെള്ളത്തിലങ്ങനെ സുഖിച്ച് അവർക്കുള്ള എല്ലാം ആസ്വദിച്ചിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ.
അദ്ദേഹത്തിൻ്റെ പേര് സേതുപതി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നു, ആളുകൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നു, ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം മറുപടി പറയുന്നുണ്ട്. വളരെ ലളിതനായിട്ടുള്ളൊരു മനുഷ്യൻ. ഒരുപാട് പശുവുണ്ട്, അവരെ കറക്കാനുണ്ട്, അവർക്ക് തീറ്റ കൊടുക്കാനുണ്ട്, ഇതൊക്കെ മേൽനോട്ടം വഹിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു പ്രശ്നം അദ്ദേഹത്തിനില്ല. ഞങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുകയും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്. മൂരികളൊക്കെ ഉണ്ട് കേട്ടോ. മൂരികൾ വലിയ പ്രതിഷേധത്തിലാണ്. ആളുകളെ കണ്ടപ്പോൾ അവർ അതിൻ്റെതായ ഒരു പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. പശുക്കൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ നടന്നു നോക്കി, പശുക്കളെ തൊട്ടും തലോടിയും ഒക്കെ നടന്നൊക്കെ നോക്കി, ഒരു പ്രശ്നമില്ല. അവരൊക്കെ നമ്മളോട് നല്ല ഇണക്കമുണ്ട്. അപ്പോൾ എന്തായാലും പശുക്കുട്ടികളെയും അദ്ദേഹം വളർത്തുന്നുണ്ട്. 50ഓളം പശുക്കുട്ടികളുണ്ട് എന്നാണ് പറഞ്ഞത്. അവരെ വളർത്തിയിട്ടാണ് അത്ര അദ്ദേഹം ഈ ഫാം വലുതാക്കിയത്. പശുക്കുട്ടികളെയൊക്കെ കെട്ടാൻ വേണ്ടി വേറൊരു തൊഴുത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, രാവിലെ ഉറക്കം നിന്ന് വയനാട് പോയിട്ട് വയനാടുള്ള സംഘങ്ങളൊക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ ഒന്നും കിട്ടൂല, മടുത്തായിരിക്കും നമ്മൾ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് വയനാട് പോയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ചുറ്റൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ JP സംഘത്തിൻ്റെ പാലിൻ്റെ അളവെന്ന് പറഞ്ഞ് 22,000 ലിറ്ററാണ്. ആർക്കെങ്കിലും അറിയാമോ? പ്രതിദിനം. ഇനിയിപ്പോൾ അത് എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആലോചിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഞാൻ അവിടെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആലോചിച്ചിട്ടാണ് ഞാനും JP കൂടെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ വൈകിട്ട് തന്നെ 15 ടാങ്കർ 17 വരുവുള്ളല്ലോ. പിന്നെ 5000-ന്റെ പാല് എടുക്കണമല്ലോ. അതിനുവേണ്ടി ഇനിയിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ രാവിലെ വരുന്നുണ്ട്. അത് ഫുള്ളിന് അവർക്ക് കൊടുക്കണം. ഈ പ്രാവശ്യം എന്തായാലും 25,000 ആവും. കാരണം ഇവിടെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്രട്ടറിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. പശുവിനെ മേടിക്കരുത്, പാൽ വർദ്ധിപ്പിക്കരുത് എന്നൊരു ബോർഡ് വെച്ച സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ സെക്രട്ടറിനെ പറയല്ല, അവരുടെ ഭരണസമിതി. ഇതെല്ലാം കൂടി പോയപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് വേറെ തൊഴിലൊന്നുമില്ല. നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയാം. ഇവിടെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന തെങ്ങും തള്ളും ബിസിനസ്സൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ ഈ മണ്ണിൽ കയറി തെങ്ങൊക്കെ പോയതോടെ ഇപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാരും കൂടി ഇപ്പം ഈ മേഖലയിലേക്ക് മാറിയതുകൊണ്ട് ഏത് വീട്ടിൽ പോയാലും മിനിമം 5 പശുവും 10 പശു ഉള്ളവർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആകെയുള്ള കർഷകർ എന്ന് പറഞ്ഞാൽ 223 പേരാണ് ആകെ ഡെയിലി പാലൊഴിക്കുന്നത്. ഇപ്പൊ ഉള്ള പാല് എന്ന് പറഞ്ഞാൽ 22,000 ആകുമ്പോൾ ഒരാളുടെ ആവറേജ് ശരാശരി 100 ആയില്ലേ. അപ്പം എല്ലാവർക്കും 100 ഉണ്ടെന്നല്ല പറയുന്നത്. 1000 ലിറ്റർ ഒഴിക്കുന്നവര്. അതുപോലെ ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇവർക്ക് വേറെ തൊഴിലില്ല, ഇവരുടെ ജീവിതം തന്നെയാണിത്. അപ്പൊ അവർ ഡെഡിക്കേറ്റഡ് ആയ ആളുകൾ ഉള്ളിടത്ത് ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. 10 പശുള്ള ആള് കൂട്ടും, അങ്ങനെ പാല് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മൾ പാലക്കാടിന്റെ മറ്റ് മേഖലകളിലേക്ക് പോകുമ്പോൾ അത് കുറച്ചും കൂടി സംഘങ്ങൾക്ക് കുറച്ചും കൂടി പാല് കുറവാണ്, ലോക്കൽ സെയിൽ കൂടുതലുണ്ട്, വിപണന സാധ്യതയുണ്ട്. ഈ മേഖലയിട്ട് വരുമ്പോൾ അതില്ല, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് മിക്കവർക്കും അറിയില്ല. ചിറ്റൂർ ബ്ലോക്കിലുള്ള ക്ഷീരസംഘങ്ങളുടെ ആവറേജ് റേറ്റ് 46 രൂപ 60 പൈസയാണ് 1 ലിറ്ററിന് കൊടുക്കുന്നത്. അപ്പം പാലിന് വില ഉണ്ടല്ലോ. പിന്നെ ഇവരുടെയൊക്കെ സംഘത്തിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ 8.6 കഴിഞ്ഞ മാസം 8.6 ഇവരുടെയൊക്കെ SNFന്റെ ക്വാളിറ്റി. അതാണ് ഭക്ഷണത്തിന്റെ 20,000 ലിറ്റർ പാലിന് 8.6 കിട്ടാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ്. ഞാൻ പലപ്പോഴും JP ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു. JP ചിലപ്പോൾ ചോദിക്കും കർഷകർ എങ്ങനെയാണ് പശുക്കളെ നോക്കുന്നത്. വർഷങ്ങളായിട്ട് അത് നമുക്കിപ്പോ ചേട്ടനൊക്കെ അറിയാലോ. ഇപ്പം ഈ നമ്മൾ വറ്റുകറവയാകുമ്പോൾ പാലിന്റെ ക്വാളിറ്റി റീഡിങ് കുറയും. ഇവരെങ്ങനെയല്ല, റീഡിങ് എണ്ണം പിന്നെ പശുക്കുട്ടികളെ നോക്കുന്നുണ്ട്. ഇവിടെയുള്ള കർഷകർ പശുക്കറവയാകുമ്പോൾ പശുക്കളെ കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഒരേ പാലിന്റെ ക്വാണ്ടിറ്റി. പിന്നെ സമയങ്ങൾ രാവിലെ കറക്കുന്ന സമയം 4:30 ആണെങ്കിൽ വൈകിട്ട് 12 മണിക്കൂർ പിന്നെ എല്ലാ വീട്ടിലും ഇതുപോലെ പുല്ലുണ്ടാവും. ഇത് പണ്ടൻ ഇത്ര സ്ഥലമുള്ളതുണ്ട്. ബാക്കി ചെറിയ സ്ഥലമുള്ള ആളുടെ വീട്ടിൽ ചെന്നാലും അതന്നെ അപ്പോൾ ഉണ്ടാവും. പുല്ലില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. പിന്നെ കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമൊന്നുമല്ല കൊടുക്കുന്നത്. 25-25ാമത്തെ വർഷമാകുമ്പോൾ വന്ന് അപ്പോൾ ഞാനിവിടെ നമ്മുടെ സംഘം തുടങ്ങുമ്പോൾ 93-ലാണ് തുടങ്ങിയത്. ഇപ്പോൾ 30 വർഷമായി 40 ലിറ്റർ പാലും കൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വന്നത്. ഞാൻ വരുമ്പോൾ 800 ലിറ്റർ മറ്റേ പാലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ എല്ലാവരുടെയും എൻ്റെ പ്രയത്നം കൊണ്ടും എല്ലാവരുടെയും സേതുപതി എന്നെ പോലുള്ള കുറേ ആളുകളുടെ പ്രയത്നം കൊണ്ട് നമ്മൾ 22,000-ലെത്തി നമുക്കിപ്പോൾ ഒന്ന് ഇതാകാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിധി എന്ന് പറയുന്നത് 2 വാർഡാണ്. 2 വാർഡ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ 2 വാർഡ്. എന്താ പറയുക, നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ സാറ് പറഞ്ഞു. അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് നിങ്ങളുടെ ബ്ലോക്ക് നമ്മുടെ ബ്ലോക്ക് ജില്ലയിൽ നിന്ന് വരുന്നത് ആദ്യമായിട്ടാണ്. ഇവർ വന്നിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എല്ലാ ഭാഗത്തുനിന്നും സെക്രട്ടറിമാർ വേറെ, പ്രസിഡന്റുമാർ വേറെ, കൃഷിക്കാർ വേറെ വന്നെടുത്തു. നിങ്ങളെ കുറ്റം പറയല്ല, കുറ്റം പറയല്ല, അതൊരു ഇതാണ്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ.
ഒന്നാമത് നമ്മൾ പാല് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മിൽമ ആദ്യം പാല് ടൈറ്റായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ കാര്യം സമയം മാറ്റണം. അത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ കൃഷിക്കാരെടുത്ത് മീറ്റിംഗ് വിളിച്ചിട്ട് കൂടാൻ എന്ത് ചെയ്യണം ചോദിച്ചു. അപ്പോൾ അവരൊക്കെ തമിഴ് കൾച്ചറാണ്, നല്ല അധ്വാനശീലരായ കർഷകരാണ്. അപ്പോൾ അവർ പറഞ്ഞത് 12 മണിക്കൂർ ഇടവേള ഉണ്ടെങ്കിൽ പാല് കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങൾ ജീവനക്കാരോട് ജോലി ചെയ്യാൻ പറ്റുമെന്നാണ്. രാത്രിയൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് മെയിൻ തൊഴിൽ ഇതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് വേറെ LIC ഏജൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ സമയം ഞങ്ങൾ ഇതിനാണ്. അപ്പോൾ ഞങ്ങളും തയ്യാറായിരുന്നു. ഞങ്ങൾ 5 സ്റ്റാഫാണ്, സ്ഥിരം സ്റ്റാഫുകളുള്ളത്, തയ്യാറായിരുന്നു. അപ്പോൾ രാവിലെ 4 മണിക്ക് കളക്ഷൻ തുടങ്ങും. 4 മണിക്ക് BMC ഒക്കെ ഓൺ ചെയ്ത് തരും. 5 to 7, വൈകിട്ട് 5 to 7. പിന്നെ നമ്മുടെ ഇടയിലൊരു ഇതുണ്ടല്ലോ, പശു ഉണ്ടെങ്കിൽ എവിടെയും കല്യാണത്തിന് പോകാൻ പറ്റില്ല, കാതുകൂത്തിന് പോകാൻ പറ്റില്ല. അതൊക്കെ ഇവർ പൊളിച്ചെഴുതി. ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് ഇവിടെ രാവിലെ 7 മണിക്ക് പാല് കൊണ്ടുവന്ന് 7:30 സംഘത്തിൽ കൊണ്ടുവന്ന് പാല് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കല്യാണമോ കാതുകുത്തോ വൈകുന്നേരം 5 മണി വരെ എവിടെ വേണമെങ്കിൽ പോവാം. ഒരു ദിവസമൊക്കെ ഫ്രീയാണ്. അങ്ങനെ പാൽ കറവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിലുള്ള പ്രശ്നമോ സ്ട്രെസ് ഉള്ളതോ ഒന്നുമല്ല. പിന്നെ ഒരു മേൽനോട്ടം വേണം. എല്ലാവരും പിന്നെ നോട്ടമുണ്ട്. പിന്നെ പുള്ളിയുടെ മകൻ തന്നെ ആദ്യം ബാങ്കിലായിരുന്നു ജോലി. ബാങ്കിൽ ജോലി കണ്ടു. ഇപ്പോൾ വരുമ്പോൾ കണ്ടിട്ട് നിങ്ങൾ ആരും സംസാരിക്കുന്നുണ്ട്. പുള്ളി ആ ജോലി റിസൈൻ ചെയ്തിട്ട് എനിക്കും അച്ഛനെ പോലെ ഒരു 100 മാട് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും വരുന്നത് ഒരു പേടി തന്നെയാണ്. ആരെങ്കിലും പുതിയ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അത് അളന്ന് തീർക്കും, എങ്ങനെ അത് മിൽമയ്ക്ക് അയക്കും, എങ്ങനെ തണുപ്പിക്കുന്നുള്ള ഭയത്തിൽ. അവിടെ സംഘത്തിലാണെങ്കിൽ സ്ഥലമില്ല. ആകെ 13 സെന്റ് സ്ഥലമുള്ളൂ. ഇതിനകത്ത് 4 BMCയും വെച്ച് ഓഫീസും വെച്ച് ഒന്നിനും നിന്ന് തിരിയാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിക്കും സത്യത്തിൽ നമ്മുടെ ഭാഗത്തുള്ള ആളുകൾ നടക്കൊണ്ട് ഇരുത്തിയൊന്ന് സംസാരിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് ഉള്ള സൗകര്യം ഇല്ലാതെ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാൻഡ് വലിയ. പിന്നെ നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നു, നമ്മളെ കൊറോണ തുടങ്ങിയ സമയത്ത് 500 ലിറ്റർ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇതിലൊക്കെ വൈറലായിട്ട് വന്നിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാവരും കുറ്റം പറഞ്ഞു. ഒഴിച്ചു കളഞ്ഞു പാലൊഴിച്ച് 500 ലിറ്റർ പാൽ ഇങ്ങനെ കാനിൽ ഒഴിച്ചു കളഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടൊരു കുപ്രസിദ്ധനായ ഒരാൾ കൂടിയിട്ടാണ് അത് പുള്ളിയാണ് അത് ചെയ്തത്. കാരണം അന്ന് ഞങ്ങൾക്ക് എവിടെയും കൊറോണ സമയത്ത് എവിടെ കൊണ്ടുപോകും പാല്? ഇവിടെ എല്ലാവരുടെയും പാലാണ്. ആകെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാണ്. 2 ലിറ്റർ പാല് കൊണ്ടുപോകും. അത് ഇതുള്ള സമയത്ത്. അല്ലെങ്കിൽ അതും വേണ്ട, ഉള്ളിലില്ലാതില്ല. കാരണം പാലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ പോയി നോക്കിയില്ല, 27 ലിറ്ററാണ് കുറവ്, 22. ഇപ്പോൾ സേതു തന്നെ പോലുള്ള 8 പേരോളം ഉണ്ട് നമ്മുടെ സംഘത്തിൽ. ഒരു സംഘത്തിൽ കർഷകനുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ 700 ലിറ്ററേ ഉള്ളൂ. 1100 ലിറ്റർ പാൽ ഒഴിക്കണ ഒരാൾ നമ്മുടെ സംഘത്തിലുണ്ട്. അതവിടെ ആരും കൊണ്ട് കാണിക്കുന്നില്ല. ഫാമുകൾ കാണിക്കുക നിങ്ങൾക്ക് അറിയാം. പുള്ളിയും ഇനി ഒരു ശിവകുമാറുണ്ട്. അവർ 2 പേര് മാത്രമേ നമ്മൾ ഇവര് വെളിയിൽ നിന്നുള്ള ആളുകളെ അലോ ചെയ്യുന്നുള്ളൂ. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം 1100 ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിലുള്ള ശിവസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അയാൾ 1200 അടുത്ത് ആവാറായി. അപ്പോൾ നമ്മളിപ്പോൾ അതിന് 22, 25 ആവാൻ വലിയ താമസമൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് സംഘം. സ്ഥലത്തിന്റെ നിങ്ങൾ ചെയ്യാനുള്ള തയ്യാറുണ്ടെങ്കിൽ പിന്നെ സമയം മാറ്റണം, നിർബന്ധമായിട്ടും ചെയ്യണം. കളക്ഷൻ ടൈം മാറ്റിയേ പറ്റും. മാറ്റിയ പാല് കൂടുന്നുള്ളത് ആദ്യം കുറയും. ഗ്യാരണ്ടി എഴുതി തരാം. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് പോകുന്നു. ചാണകം കഴിഞ്ഞിട്ട് 50 കുട്ടികളെ റീറ്റെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ട് പോരുമായിരുന്നു ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ. പണ്ടനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അണ്ണൻ ഫീഡിന്റെ കാര്യങ്ങളൊന്ന് പറയണം. അണ്ണൻ എവിടുന്ന പശുവിനെ എവിടുന്ന ആൾക്കാർ മേടിക്കണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു. സെക്രട്ടറി എനിക്ക് சேதுபதி. நான் இப்போ ஒரு 10 மாடு வச்சு 5 எண்ணெய் வச்சு 10 எண்ணெய் வச்சு கூடி இப்போ 100-110 உண்டு. நான் குட்டிகளை இங்கேயே வளர்த்தி இருக்கிறேன். நான் வேடிக்கிறது ஒரு 2 கொல்லம் ஆச்சு, 2 வருஷம் ஆச்சு வாங்கிறது இல்லை. உங்களுக்கு வேணும்னா கிருஷ்ணகிரி போயிட்டு സംഘത്തിന്റെ പ്രസിഡന്റാണ്. இல்ல ஒண்ணும் அப்படியே 10 ஒரு 5 மாடு 10 மாடு வச்சு வளர்த்தி இப்போ ஒரு 10-100 எண்ணம் ஆச்சு. ஆனால் நல்லா போயிட்டு இருக்கிறது நம்மளே. ஆனால் நம்மளுக்கு கம்ப்ளீட் எல்லா வேலையும் தெரியும். உங்களுக்கு ஆள் பணிக்கார் இல்லைனாலும் நம்மளே சாணி வருது எல்லா விஷயம் நம்மளுக்கு தெரியும். ஆனால் பணிக்காரரை வச்சு வேலை செஞ்சா நம்மளுக்கு கம்ப்ளீட்டும் தெரியும். தமிழ்நாட்டில் வாங்கி പാളത്തോട് സോയത്തോട് இருக்குது. കറവി പൊറുത്ത് ഒരു കപ്പില് 1 കിലോ കുടിക്കുന്നു. നല്ല കറക്കം. ഇവർക്ക് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ഓരോ പശുവിന്റെ പാലിന്റെ അളവ് പൊറുത്ത് കൊടുത്തേടാ. 10 കരയിൽ കൊടുത്താൽ നമുക്ക് 30 ഗ്രാം വെച്ച് അതൊന്നും പറയണ്ട. എന്തൊക്കെയാണ്
നമ്മുടെ സൊസൈറ്റിയിൽ ആദ്യം തുടങ്ങിയത് 93-ലാണ്. 1993 ഒരു 30 ലിറ്റർ പാലും 4-5 കർഷകരും വെച്ചിട്ടാണ് സൊസൈറ്റി തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ചിറ്റൂർ മേഖലയിൽ പാലുൽപാദനം കൂടുന്നത് എന്ന ഞങ്ങളുടെ നിഗമനം ഈ വീഡിയോയുടെ ദൈർഘ്യം കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ആ വിഷയങ്ങളെല്ലാം പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ